സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഒരു വർഷത്തോളമായി നമ്മൾ കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരുന്ന സ്റ്റാഫ് നേഴ്സ് PSC നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. 16-നാണ് ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ആയിട്ട് DME നഴ്സിംഗ് ഓഫീസർ PSCയുടെ നോട്ടിഫിക്കേഷൻ എത്തുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഇനി നിങ്ങളുടെ സ്വപ്നത്തിലെ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എന്ന സ്വപ്നത്തിലേക്ക് കേവലം 6 മാസത്തെ അകലം മാത്രമാണ് ഇനിയുള്ളത്. അല്ലെ, കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ പലരും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ കേവലം 6 മാസം മാത്രമാണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വിജയത്തിലേക്ക് ഉള്ളത്. അപ്പൊ ഈ 6 മാസം നിങ്ങൾ എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യും, എങ്ങനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യും, എങ്ങനെ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യും, എങ്ങനെ നിങ്ങൾ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യും, എങ്ങനെ നിങ്ങൾ മോഡൽ എക്സാമുകൾ എഴുതി കംപ്ലീറ്റ് ചെയ്യും, എങ്ങനെ നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യും, എങ്ങനെ നിങ്ങൾ OMR എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യും. ഇതൊക്കെയാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത്. സോ ഇനിയുള്ള ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളെ സംബന്ധിച്ച് ഇനി വളരെ വലിയ വിലയാണുള്ളത്. സോ വളരെ സൂക്ഷിച്ചു മാത്രമേ ഇനിയുള്ള ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും നിങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്കിലേ നമുക്ക് നമ്മുടെ സ്വപ്നത്തിലേക്ക് വളരെ ഈസി ആയിട്ട് നടന്നു കയറാൻ കഴിയുള്ളൂ. സക്സസ് ആയിട്ട് കരിയർ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷത്തിലാണ് ഈ DME സ്റ്റാഫ് നേഴ്സ് അല്ലെങ്കിൽ നഴ്സിംഗ് ഓഫീസർ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കാരണം സക്സസ് മാജിക് കരിയർ പോയിന്റ് അതിന്റെ 8ാം വർഷത്തിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അടുത്ത് വരാൻ പോകുന്ന DME നഴ്സിംഗ് ഓഫീസർ PSC പരീക്ഷയ്ക്ക് നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പ് എന്ന് പറയുന്നത് ഒരു ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ആപ്പായിട്ട് അല്ലെങ്കിൽ ഇന്ത്യ തന്നെ ഏറ്റവും കണ്ടന്റ് വൈസ് കുട്ടികൾക്ക് നഴ്സിംഗ് ഓഫീസർ PSC പരീക്ഷ എഴുതുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആക്കി മാറ്റണമെന്ന് ഞങ്ങൾ ഒരു 6 മാസമായിട്ട് ഞങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ആഴ്ചയിൽ തന്നെയാണ് ഈ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റിനെ സംബന്ധിച്ച് വളരെ അഭിമാനവും സന്തോഷവുമുണ്ട്. കാരണം ഇത്രയധികം കഴിഞ്ഞ 6 മാസമായിട്ട് ഞങ്ങളുടെ ഹാർഡ് വർക്കാണ് DME സ്റ്റാഫ് നേഴ്സ് എക്സാം എഴുതുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കായിട്ട് ഈ നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ പുതിയ പതിപ്പിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ നൽകാൻ പോകുന്നത്. ഇതിന് ഒത്തിരി 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 പ്രത്യേകതകൾ ഈ ലേണിംഗ് ആപ്പിനുണ്ട്. ഇതിൽ തന്നെ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പു തരാം, ഈ കേരളത്തിലെ ഏത് നേഴ്സിംഗ് ആപ്പിനേക്കാളും ഇതിന്റെ ഇരട്ടിയിലധികം അല്ലെങ്കിൽ അതിന്റെ 3 ഇരട്ടി 4 ഇരട്ടിയെങ്കിലും മിനിമം ഇരട്ടിയിലധികം കണ്ടന്റ് എങ്കിലും നേഴ്സസ് സക്സസ് മാജിക് ആപ്പിലൂടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കും. അത് ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ്. അതിൽ തന്നെ ഒരു 50% ഈ നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ അപ്ഡേറ്റഡ് വേർഷനിൽ ഒരു 50% കണ്ടന്റ് നിങ്ങൾ പൂർത്തിയാക്കിയാൽ അല്ലെങ്കിൽ 50% നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ ഈ DME നഴ്സിംഗ് ഓഫീസർ PSC പരീക്ഷയിൽ നിങ്ങൾ ആദ്യ റാങ്കുകളിൽ ഉണ്ടാകും. അത് ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ്. സോ നിങ്ങൾക്ക് ഒരാൾക്കും വിഷമിക്കേണ്ടി വരില്ല. നേഴ്സസ് സക്സസ് മാജിക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പഠിക്കുന്നത് കൊണ്ട് ഉറപ്പായിട്ടും നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ക്ലാസ്സുകളെ കുറിച്ച് നിങ്ങൾക്ക് ആർക്കും ഒരു ഡൗട്ടും ഉണ്ടാവില്ല. നേഴ്സസ് സക്സസ് മാജിക് ആപ്പ് അത്രത്തോളം അപ്ഡേറ്റഡ് അല്ല എന്നുള്ളത് അല്ലെങ്കിൽ ടെക്നോളജിക്കലി വൈസ് അത്രത്തോളം അപ്ഡേറ്റഡ് അല്ല എന്നുള്ളത് നിങ്ങൾ പലരുടെയും കമന്റുകളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടന്റ് വൈസും എല്ലാ രീതിയിലും പുതിയൊരു ആപ്പ് നിങ്ങൾക്കായി നൽകുകയാണ്. അപ്പൊ അതിലെ എല്ലാ രീതിയിലും ഏതൊരു ഇന്ത്യയിലെ എക്സാമുകൾക്കും പ്രിപ്പയർ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും അധികം കണ്ടന്റ് ഉള്ള ഒരു ആപ്പായിരിക്കും സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ പുതിയ അപ്ഡേറ്റഡ് വേർഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. DME നഴ്സിംഗ് ഓഫീസിൽ എഴുതുന്ന ഓരോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റെഫർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആയിരിക്കും ജീവിതത്തിലെ ഏണിംഗ് പോയിന്റിൽ നിങ്ങൾക്കും ഒരു ഭാഗമാകാൻ കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ഈ DME നഴ്സിംഗ് ഓഫീസർ PSC പരീക്ഷയ്ക്ക് നിങ്ങളായി ഫീസായിട്ട് കൊടുക്കുന്ന മുഴുവൻ തുകയും ഞങ്ങൾ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഈ ആത്മവിശ്വാസത്തോടു കൂടി ഞങ്ങൾ ഇത് പറയണമെങ്കിൽ എത്രത്തോളം കഷ്ടപ്പെട്ട് എത്രത്തോളം റിസർച്ച് ചെയ്തിട്ടായിരിക്കും ഈ ഒരു നഴ്സിംഗ് ഓഫീസർ എക്സാം തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഈ ആപ്പ് ഞങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അടുത്തൊരു വീഡിയോ വരുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ DME നോട്ടിഫിക്കേഷനെ കുറിച്ചും ഈ DME നോട്ടിഫിക്കേഷനിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതും അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാം എന്നായിരുന്നു, അതിന്റെ എക്സാം എന്നാണ് നടന്നത്, അതിലെ കട്ട് ഓഫ് മാർക്ക് എങ്ങനെയായിരുന്നു, അതിന്റെ സിലബസ് എന്തായിരുന്നു, ഇന്ന് വരെ എത്രത്തോളം പേർക്ക് അതിൽ നിന്ന് ജോലി ലഭിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ DME നഴ്സിംഗ് ഓഫീസർ പരീക്ഷ അല്ലെങ്കിൽ പാസ്സായി
ഒരു ഗവൺമെന്റ് ജോലി നേടുന്ന ഉദ്യോഗാർത്ഥിക്ക് എത്ര രൂപ മാസം സാലറി കിട്ടും, അതുപോലെ തന്നെ എന്താണ് DME നഴ്സിംഗ് ഓഫീസർ PSC പരീക്ഷയിൽ പഠിക്കേണ്ടത്, ഇക്കാര്യങ്ങളെ കുറിച്ചുള്ള വളരെ വിശദമായിട്ടൊരു വീഡിയോ ആണ് ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. സോ ഈ വീഡിയോ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ആദ്യം മുതൽ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. DME PSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. DME എക്സാമിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസിന്റെ ഈ ഒരു വീഡിയോയിലേക്ക് ഏവരെയും ഹാർദവമായിട്ട് സ്വാഗതം ചെയ്തു. DME സ്റ്റാഫ് നേഴ്സ് PSCയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത്, ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാൻ പോകുന്നത് December 16-നാണ്. ആ ഒരു ആഴ്ചയിൽ തന്നെ നോർമലി ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് കഴിഞ്ഞാൽ ഒരു മാസം ഗസറ്റഡ് വന്ന് പിന്നെ ഒരു 3-4 ദിവസത്തിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. കഴിഞ്ഞാൽ കൃത്യം ഒരു മാസം സമയമായിരിക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കാനായിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞാൽ അവർ അടുത്ത മീറ്റിംഗിന് ആപ്ലിക്കേഷൻ അയക്കാനുള്ള അവസാന ദിവസം കഴിഞ്ഞാൽ അവർ മീറ്റിംഗ് കൂടിയിട്ട് എത്ര പേര് എക്സാം അപ്ലൈ ചെയ്യുന്നുണ്ട് എന്നൊക്കെ നോക്കിയിട്ടാണ് എക്സാം കലണ്ടർ പ്രസിദ്ധീകരിക്കുന്നത്. നോർമലി നമുക്കൊരു 90 ദിവസം മുന്നെയാണ് എക്സാം കലണ്ടർ പ്രസിദ്ധീകരിക്കാം. പക്ഷേ കഴിഞ്ഞ ലാസ്റ്റ് എക്സാമില് വെറും 76 ദിവസം കിടക്കോട്ടാണ് DHSന് എക്സാം ഡേറ്റ് വന്നത്. സോ ഒരു 75 ദിവസം മുന്നേ നമുക്ക് മിനിമം എക്സാം ഡേറ്റ് ഉണ്ടാവും. സോ നമുക്ക് കഴിഞ്ഞ എക്സാമുകൾ വെച്ച് നമുക്കൊരു അനാലിസിസ് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ എങ്കിലും കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 6 മാസം, ഇന്ന് മുതൽ കൃത്യം ഒരു 6 മാസമായിരിക്കും മാക്സിമം നിങ്ങൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൈം മിനിമം നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി ഓരോ ദിവസവും നിങ്ങൾ മിസ്സാക്കിയാൽ നിങ്ങൾക്ക് വരുത്താൻ പോകുന്ന നഷ്ടം എന്ന് പറയുന്നത് അത്രത്തോളം വിലയേറിയതായിരിക്കും. സോ അത്രത്തോളം വിലയായിരിക്കും നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരും. കാരണം ഇന്ന് തന്നെ നിങ്ങൾ അതുകൊണ്ട് പഠിച്ചു തുടങ്ങണം. കാരണം 6 മാസം എന്നൊക്കെ പറഞ്ഞാൽ പലരും പറയും 3 മാസം കൊണ്ട് പഠിച്ചു തീർക്കും, 4 മാസം പഠിച്ചു തീരും. ഒരു കാരണവശാൽ നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ തെറ്റാണ്. കൃത്യമായിട്ട് ഒരു 6 മാസം പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ എല്ലാ രീതിയിലും നമുക്ക് അതിന് പ്രിപ്പയർഡ് ആകാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ റിസ്ക് ആണ്. കിട്ടിയാൽ ഊട്ടി അല്ലെങ്കിൽ ചട്ടി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ചിലപ്പോൾ നമുക്ക് ലോട്ടറി അടിച്ചേക്കാം. അല്ലാതെ പ്രോപ്പറായിട്ട് 14 നേഴ്സിംഗ് സബ്ജക്ട്സും ഒരുപോലെ പഠിച്ച്, തിയറിയും പഠിച്ച്, പ്രാക്ടീസ് ക്വസ്റ്റ്യനും റിവൈസ് ചെയ്ത്, അതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത്, യൂണിറ്റ് എക്സാമുകളും എഴുതി, മോഡൽ എക്സാമുകളും കംപ്ലീറ്റ് ചെയ്ത്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും വർക്ക്ഔട്ട് ചെയ്ത്, പ്രോപ്പറായിട്ട് OMR എക്സാമും ഒക്കെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ മിനിമം 6 മാസം വേണം. അത് ഞാൻ ഗ്യാരണ്ടി പറയണം. അത്രയും എങ്കിലും എടുത്താലേ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ കൂടെയൊക്കെ നിങ്ങൾ പഠിക്കുന്നവരായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അല്ലാതെ രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ കോച്ചിങ് ക്ലാസ് എടുത്ത് പഠിക്കുന്നവരല്ല നേഴ്സുമാര്. 95% പേരും ജോലിയുള്ളവരാണ്. MLSP ആയിട്ടോ NHM ആയിട്ടോ ഒക്കെ. കഴിഞ്ഞ അവരുടെ ബാക്കി ഒരു 90% പേരും മാരീഡ് ആണ്, കുട്ടികളൊക്കെ ഉള്ളവരാണ്. സോ അവരുടെ എല്ലാ ജോലിയും കഴിഞ്ഞ് കുട്ടികളെയും നോക്കി എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ പഠിക്കാൻ അവർ ടൈം കൊടുക്കുകയുള്ളൂ. സോ റെഗുലർ ആയിട്ട് പ്രോപ്പർ ആയിട്ട് പഠിച്ചാൽ മാത്രമേ, ഈ ഒരു ടൈം എടുത്ത് പഠിച്ചാൽ മാത്രമേ നിങ്ങളെ സംബന്ധിച്ച്, ജോലി ചെയ്യുന്ന നേഴ്സുമാരെ സംബന്ധിച്ച് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദയവ് ചെയ്ത് ഇനിയുള്ള ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. തീരുമാനങ്ങൾ എടുക്കാൻ വൈകരുത്. ശരിയായ സമയത്ത് ഏറ്റവും ശരിയായ തീരുമാനമെടുത്ത് ആര് പഠിച്ചു തുടങ്ങുമോ അവർക്ക് ഉറപ്പായിട്ടും പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്ത് വിജയത്തിലേക്ക് എത്താൻ പറ്റും. നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ പുതിയ അപ്ഡേറ്റഡ് അല്ലെങ്കിൽ റീലോഞ്ചിന്റെ ഞങ്ങൾ പറഞ്ഞായിരുന്നു. സോ ആ ആപ്പിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസ്സസ്. ഓരോ ക്ലാസ് കഴിഞ്ഞാലും അടുത്ത ദിവസം റെക്കോർഡഡ് ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടും. അത് എക്സ്പ്ലെയിൽ കണ്ട് പഠിക്കാവുന്നതാണ്. ഒരു നേഴ്സസ് സക്സസ് മാജിക് ആപ്പിന്റെ ഏറ്റവും തിയറി നോട്ട് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കണ്ടു പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് നോട്ട് എഴുതി സമയം കളയേണ്ടതായിട്ട് എനിക്ക് കാര്യമില്ല. സോ അവർ നമ്മൾ നോട്ട് ക്ലാസ്സിൽ തന്നെ എഴുതിയെടുത്ത പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒക്കെ നോട്ട് ചെയ്താണ് പഠിക്കുന്നത് അല്ലെ. നിങ്ങൾ അതിന് ടൈം കളയണം. കാരണം റിവിഷന് നമുക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത് കൊണ്ട് തിയറി നോട്ട് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ കണ്ടു പഠിക്കാവുന്നതാണ്. സോ ഒരു കാര്യം കൂടി പറയാം. നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് 8ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ ഓരോ ആഴ്ചയിലെയും മുൻ വർഷത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഹോംവർക്ക് കൊടുക്കുന്നത്, അതുപോലെ തന്നെ സബ്ജക്ട് ഫയൽ, ഓരോ സബ്ജക്റ്റിന്റെ ചോദ്യങ്ങൾ എഴുതി സബ്ജക്ട് ഫയൽ തയ്യാറാക്കുന്നത് നേഴ്സസ് സക്സസ് മാജിക് ആദ്യമായിട്ട് ഈ കോച്ചിങ് മേഖലയിൽ കൊണ്ടുവന്ന ടെക്നിക്കുകളാണ്, സ്ട്രാറ്റജികളാണ്. മറ്റ് എല്ലാ കോച്ചിങ് സെന്ററുകളും അത് ഫോളോ ചെയ്യുന്നത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചെയ്യുന്നുണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ കൊടുക്കുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാൻ കൊടുക്കും. മറ്റൊക്കെ ഒരു കോച്ചിങ് തിയറി ക്ലാസ് മാത്രമായിരുന്നു അല്ലെ. സോ അതിലേക്ക് മാറ്റം വരുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ അതിന് മറ്റൊരു പുതിയൊരു ട്രെൻഡ് ഞങ്ങൾ കൊണ്ടുവരുന്നതാണ് നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പിന്റെ പുതിയ ആപ്പിലൂടെ. സോ ഓരോ ടോപ്പിക്കും ഞങ്ങളുടെ പഴയ ആപ്പിൽ നിന്ന് എല്ലാം വ്യത്യസ്തമായി ഓരോ കുഞ്ഞു കുഞ്ഞു തിയറി ക്ലാസ്സുകൾ പഠിക്കുന്നതിന്റെ ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക് പഴയതിനേക്കാൾ മുട്ടി ചേഞ്ച് ചെയ്ത് ഇന്ത്യയിലെ വിവിധ എക്സാമുകൾ എല്ലാം മനസ്സിലാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ബേസിസിൽ ഓരോ കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് സെപ്പറേറ്റ് ചെയ്തതിനു ശേഷം ഈ 300ഓളം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന്
തയ്യാറാക്കി ടോപ്പിക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഓരോ ടോപ്പിക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് ആപ്പില് ഓൺലൈൻ എക്സാം ആയിട്ട് വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ PDF വ്യൂ എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻസർ മാത്രമായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ടൈം സേവ് ചെയ്യാം. 25,000-ത്തിലധികം പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ടോപ്പിക് വൈസുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, ഇൻക്ലൂഡിംഗ് ഏറ്റവും ലേറ്റസ്റ്റ് DSSBയുടെ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾക്ക് വരുന്ന പുതിയ ഫോൾഡർ ആണ് യൂണിറ്റ് ടെസ്റ്റ്. നേരത്തെ ഇത് എക്സാം സീരീസ് ഫോൾഡറിനകത്തായിരുന്നു. ഇത് പുതിയതായിട്ട് വീണ്ടും യൂണിറ്റ് ടെസ്റ്റ് എന്ന് പറയുന്ന തന്നെ ഒരു ഫോൾഡർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് നമ്മൾ ഒരാഴ്ച പഠിക്കുന്ന 3-4 ടോപ്പിക്കുകൾ, 4 ടോപ്പിക്കുകൾ ചേർന്ന് ഒരു 25 ക്വസ്റ്റ്യൻസിന്റെ യൂണിറ്റ് ടെസ്റ്റ് നമ്മൾ ഓരോ ആഴ്ചയും നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പഠിക്കും. അത് 25 ക്വസ്റ്റ്യൻസ് വെച്ച് അതിലെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമായിരിക്കും. സോ യൂണിറ്റ് ടെസ്റ്റുകൾ കഴിഞ്ഞാൽ നമ്മൾ ഓരോ സബ്ജക്ട് പഠിച്ചു കഴിയുമ്പോഴും ഓരോ സബ്ജക്ട്സിനും ഇതുവരെ നമ്മുടെ ആപ്പിൽ 5 മോഡൽ എക്സാം ആണ് ഉണ്ടായിരുന്നതെങ്കിൽ DME നഴ്സിംഗ് ഓഫീസർ PSC പരീക്ഷയ്ക്കായിട്ട് ഏറ്റവും പുതിയ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ സബ്ജക്ട്സിനും മോഡൽ എക്സാം, അതായത് സബ്ജക്ട് ഗ്രാൻഡ് ടെസ്റ്റുകൾ ഓരോ സബ്ജക്ട്സിനും 10 വീതം 15 നഴ്സിംഗ് സബ്ജക്ട്സിനാണ് 150 മോഡൽ എക്സാം ആണ് ഓരോ സബ്ജക്ട്സ് വൈസ് നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസവും നിങ്ങൾക്ക് ഓൾ കേരള മോഡൽ എക്സാം ഉണ്ടാകും. അതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എല്ലാ ആഴ്ചയും നമ്മൾ 2 ഹോംവർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും അല്ലെ. അത് ഒന്നൊരു കേന്ദ്ര ഗവൺമെന്റ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും, ഒന്നൊരു കേരള എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. അത് OMR ഷീറ്റ് PDF ആയിട്ടാണ് നിങ്ങൾക്ക് തരുന്നത്. അത് തന്നെ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ എക്സാം OMR എക്സാം ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് OMR എക്സാം ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം കഴിഞ്ഞ എക്സാമിൽ തന്നെ മൈനസ് മാർക്ക് വരുത്തി റാങ്ക് മിസ്സാക്കിയ ഒരുപാട് കുട്ടികളുണ്ട്. രാവിലെ എക്സാം എഴുതി വളരെ സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ ഒരു വൈകുന്നേരം വന്നപ്പോ സാർ ഒത്തിരി നെഗറ്റീവായി. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ OMR എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ. ആഴ്ചയിൽ ഒരു OMR എക്സാം എഴുതണം. അതിനാണ് നിങ്ങൾക്ക് PDF ആയിട്ട് വിത്ത് OMR ഷീറ്റ് നമ്മൾ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. സോ അതിൽ കേരളത്തിലെ ഏറ്റവും ANM JPHN എക്സാം മുതൽ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരെ നിങ്ങൾക്ക് കേരള എക്സാമിനകത്ത് തരും. പോസ്റ്റ് BSc MSc സ്പെഷ്യാലിറ്റി എൻട്രൻസും എല്ലാം വരും. ഈ കേന്ദ്ര ഗവൺമെന്റാണ് എയിംസ് ഉൾപ്പെടെയുള്ള എല്ലാ നഴ്സിംഗ് ഓഫീസർ എക്സാമുകൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ MSc എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ പോസ്റ്റ് BSc എൻട്രൻസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകളുടെയും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ 2ാമത്തെ കാറ്റഗറിയിനകത്ത് നിങ്ങൾക്ക് ലഭിക്കും. സോ അത് വെച്ച് നിങ്ങൾക്ക് OMR എക്സാം വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് സെക്ഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് പുതിയ ആപ്പിൽ ലഭിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് ആയിട്ടുള്ള LMR ബൂസ്റ്റർ പോയിന്റ്സ്, 15,000-ത്തിലധികം വരുന്ന LMR എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ്. നിങ്ങൾ എല്ലാം പഠിച്ചതിന് ശേഷം ലാസ്റ്റ് മിനിറ്റ് ഒരു ക്വിക്ക് റിവിഷൻ, ആ ഒരു സബ്ജക്ട്സിന്റെ ഇതുവരെ എക്സാമുകളിൽ ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങൾ മാത്രമാണ്. ചോദ്യം ഡയറക്റ്റ് ആയിട്ട് ഒറ്റ ലൈൻ 1 ലൈൻ ആയിട്ട് നിങ്ങൾക്ക് തരികയാണ്. സോ ഇതിന് നിങ്ങൾക്ക് 3,000 രൂപ, 5,000 രൂപ, 10,000 രൂപ ഒരു കോച്ചിങ്ങിന്റെ മൊത്തം ഫീസോ നിങ്ങൾക്ക് കണക്കാക്കാം. കാരണം ഒരു കോച്ചിങ്ങിൽ മൊത്തം ലഭിക്കുന്ന ഓരോ സബ്ജക്ട്സിന്റെയും കംപ്ലീറ്റ് എക്സാം പോയിന്റ്, ഓരോ ടോപ്പിക് വൈസ് ഉള്ള കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് മാത്രം എടുത്തിയ ഓൺലൈനൈസ് ആണ് ഈ കിട്ടുന്നത്. അത് മാത്രം പഠിച്ചിട്ട് പോയാലും നിങ്ങൾക്ക് ജോലി കിട്ടാൻ പോകുന്ന രീതിയിലാണ് LMR ബൂസ്റ്റർ പോയിന്റ്സ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അത് പഠിച്ചാൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അല്ല, ഞങ്ങൾ കുറച്ച് സബ്ജക്ട്സിന് ഓൾറെഡി തന്നിട്ടുണ്ട്. കണ്ടവർക്ക് തന്നെ അറിയാം അത് മാത്രം മതിയായിരുന്നു ആ സബ്ജക്ട്സിനല്ല. സോ അതിന്റെ ഇനിയും അപ്ഡേറ്റഡ് ആയിട്ടാണ് പുതിയത് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. കഴിഞ്ഞ 2 വർഷത്തെ ക്വസ്റ്റ്യൻസിലെ LMR ബൂസ്റ്റർ പോയിന്റ്സ് കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പുതിയതിൽ തരാൻ പോകുന്നത്. ഇതുപോലത്തെ പുതിയതായിട്ട് നിങ്ങൾക്കറിയാം കഴിഞ്ഞ എക്സാമുകളെല്ലാം DME എക്സാമുകൾ കുറച്ചെങ്കിലും ടഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലെ, കുറച്ചെങ്കിലും ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എങ്കിലും വന്നായിരുന്നു. നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിലെയും മാർക്ക് പോകാതിരിക്കാനായിട്ട് നോർമലി എയിംസ് എക്സാമിനൊക്കെ കൂടുതലായിട്ട് ചോദിക്കുന്ന NCLEX RN ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യനും സബ്ജക്റ്റ് ശരിയാണ്. 5,000-ത്തിലധികം NCLEX RN പ്രീവിയസ് എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് നമ്മുടെ ആപ്പിലൂടെ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. സോ അങ്ങനെ കുറച്ച് ടഫായിട്ടും ക്ലിനിക്കൽ ബേസ്ഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ പുതിയ ആപ്പിൽ അവൈലബിൾ ആണ്. ഇതെല്ലാം പോയിട്ട് ഞങ്ങൾ ഏറ്റവും അഭിമാനത്തോടെ പറയും, ഇന്ന് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മുൻവർഷത്തെ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകൾ 300-ലധികം പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ദാറ്റ് ഈസ് 30,000-ത്തിലധികം മുൻവർഷത്തെ ചോദ്യങ്ങൾ മാത്രം അടങ്ങി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ശേഖരം ഇത് വേറെ ഒരു നഴ്സിംഗ് ആപ്പിലും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. ഏതെങ്കിലും ലേണിംഗ് ആപ്പിൽ 300-ലധികം മുൻവർഷത്തെ എക്സാം ചോദ്യ പേപ്പർ നിങ്ങൾക്ക് കാണാൻ കഴിയുമെങ്കിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു, ഒരു നഴ്സിംഗ് ആപ്പിലും ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ കാണും. കാരണം അത്രയും മാത്രം ഞങ്ങൾ റിസർച്ച് ചെയ്ത് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ട് ചെയ്തിട്ടാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കളക്ഷൻ ഞങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഏറ്റവും ഓൾറെഡി നിങ്ങൾക്ക് പലർക്കും കിട്ടിയിട്ടുള്ളത് മൈൻഡ് മാപ്പ്.
ഏറ്റവും അവസാനം നിങ്ങൾ എന്താണ് പഠിച്ചത്, ഓരോ സബ്ജക്ട്സിലും അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, യൂണിറ്റ് ക്വസ്റ്റ്യൻ, മോഡൽ എക്സാമുകൾ, റിവിഷൻ പോയിന്റുകൾ, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തു നിങ്ങൾക്ക് മൈൻഡ് മാപ്പിലൂടെ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. ഒറ്റ പേജിൽ ആ ഒരു സബ്ജക്ട്സിനെ മുഴുവൻ നിങ്ങൾക്ക് ക്രമീകരിച്ച് ബസ്സിലിരിക്കുമ്പോഴോ വർക്ക് ഡ്യൂട്ടി സമയത്തോ ഒക്കെ നിങ്ങൾക്ക് ആ മൈൻഡ് മാപ്പ് മാത്രം യൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമിന്റെ ആ ഒരു സബ്ജക്ട്സ് മൊത്തം അനാലിസിസ് ചെയ്യാൻ പറ്റും. അധികം മാറ്റങ്ങളോട് കൂടിയാണ് പുതിയ നേഴ്സസ് സക്സസ് മാറ്റ് ലേണിംഗ് ആപ്പിന്റെ രണ്ടാമത്തെ പതിപ്പ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് വേർഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നത്. വീണ്ടും ഞാൻ ഓർപ്പിക്കുന്നത്, DME നഴ്സിംഗ് ഓഫീസർ PSC പരീക്ഷ എഴുതാൻ പോകുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നേഴ്സസ് സക്സസ് മാറ്റ് ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക, അതിലെ കണ്ടന്റുകൾ പ്രയോജനപ്പെടുത്തുക. ഞാൻ വീണ്ടും ഉറപ്പ് തരികയാണ്, ഇതിന്റെ 5% നിങ്ങൾ പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങൾ DME എക്സാമിന്റെ ആദ്യ റാങ്കുകളിൽ ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങൾ അതൊന്ന് പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി, എല്ലാം അതിനകത്ത് റെഡിയാണ്. ഒരു തവണ നിങ്ങൾ ശരിയായ തീരുമാനമെടുത്ത് ഒന്ന് പഠിച്ചു നോക്കൂ. ഈ 14 സബ്ജക്ട്സിന്റെയും കംപ്ലീറ്റ് കണ്ടന്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ. ഇതിന്റെ മുഴുവൻ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കൂ. 150 സബ്ജക്ട് എക്സാം ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. 25,000 ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ റിസൾട്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കുന്നതായിരിക്കും. അല്ല, ഉറപ്പായിട്ടും ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ്. അത്രമാത്രം ഞങ്ങൾ ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഒരു തവണ നേഴ്സസ് സക്സസ് മാജിക് ലേണിംഗ് ആപ്പ് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. കാരണം നിങ്ങളുടെ ഈ എക്സാമിന്റെ തീരുമാനത്തിന് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വിലയുണ്ട്. കാരണം ഈ എക്സാം വരണമെങ്കിൽ മിനിമം 3 വർഷം കഴിയണം. കാരണം DHS കഴിഞ്ഞു, അതിൽ ഫെയിലായവരൊക്കെയാണ് DME എക്സാമിന് എഴുതാൻ പോകുന്നത്. ഇത് കഴിഞ്ഞാൽ ഇനി ഒരു 3 വർഷം കഴിഞ്ഞാലേ വരുള്ളൂ. അത് DHS എക്സാം ആണ്. ആ DHS എക്സാമിന്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയാം. അത് കഴിഞ്ഞാലേ വീണ്ടും അടുത്ത് DME എക്സാമിലേക്ക് പോവുള്ളൂ. സോ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരിയായ തീരുമാനം ഒന്ന് പാളിപ്പോയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അവസരമായിരിക്കും ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു അവസ്ഥയിലേക്കായിരിക്കും ആ തീരുമാനം പോകുന്നത്. സോ ഒരു കാരണവശാലും ശരിയായ തീരുമാനം എടുത്ത് മാത്രമേ പഠിച്ചു തുടങ്ങാവൂ. അതും എത്രയും വേഗം പഠിച്ചു തുടങ്ങാം. കാരണം കഴിഞ്ഞ റെയിൽവേ എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്ന പല പരസ്യങ്ങളും ഒക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ പണ്ട് അങ്ങനെയൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യങ്ങളുടെ പുറകെ പോയി ഒരുപാട് കുട്ടികളാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മുടെ റെയിൽവേയുടെ ബാച്ചിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാൻ ചോദിക്കുന്നത്. അവരെ സംബന്ധിച്ച് വളരെ ലേറ്റ് ആയിപ്പോയി എന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. കാരണം ഭാഗ്യത്തിലാണ് അവർക്ക് ഈ 4 മാസം കൂടെ എക്സ്ട്രാ കിട്ടിയത്. സാധാരണ 4 മാസം എക്സാം നടക്കുന്നതാണ്. എങ്കിലും അവർക്ക് വളരെ കുറച്ച് സമയം പഠിക്കാൻ കിട്ടുള്ളൂ. അങ്ങനെ ഒരു അവസ്ഥ DMEക്ക് നമുക്ക് കിട്ടില്ല. കാരണം ആകെ ടോട്ടൽ 6 മാസമേ ഉള്ളൂ. സോ ഒരു പരീക്ഷ നടത്തി വീണ്ടും തിരിച്ചു വന്ന് പഠിച്ച് വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് എഴുതാൻ ഒരു അവസരം പിന്നെ ഇല്ല. സോ ദയവ് ചെയ്ത് റിസ്ക് എടുക്കരുത്. പ്രോപ്പറായിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകളും പ്രാക്ടീസ് ഒക്കെ വർക്ക് ചെയ്ത് DME എക്സാം നന്നായിട്ട് എഴുതാൻ കഴിയുമെന്ന് വിശ്വാസമുണ്ടോ എന്ന് ചോദിച്ച് മനസ്സിലാക്കി മാത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ തീരുമാനം എടുക്കുക. അല്ലാതെ പരസ്യങ്ങൾ ആശ്രയിക്കരുത്. ദയവ് ചെയ്ത് കൃത്യമായിട്ട് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തൊട്ട് മുന്നേ പഠിച്ച് അവരുടെ സ്വപ്നം ജോലി കരസ്ഥമാക്കിയവരോടും പ്രോപ്പറായിട്ട് 14 സബ്ജക്ട്സും അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു ഇറങ്ങിയവരോടും മാത്രം നിങ്ങൾ ചോദിച്ച് വിലയിരുത്തി മാത്രം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വില നിങ്ങൾ നൽകേണ്ടി വരും. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്നു, ഇനി ഒരു അവസരം കിട്ടണമെന്നില്ല. കാരണം അത്രമാത്രം ടൈം കഴിഞ്ഞാൽ അടുത്തൊരു എക്സാം ഇനി വരുവുള്ളൂ, PSC എക്സാം. ഇത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചാൻസ് ആണ്. അത്രത്തോളം നിയമനങ്ങളാണ് കഴിഞ്ഞ എക്സാം ലിസ്റ്റിൽ നിന്ന് നടന്നിരിക്കുന്നത്. മാക്സിമം പ്രയോജനപ്പെടുത്താൻ നമുക്ക് DME എക്സാമിനെ കുറിച്ചുള്ള വീഡിയോയിലേക്ക് പോകാം. ലാസ്റ്റ് DME നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ നോക്കിയ കാറ്റഗറി നമ്പർ 213/2021 അതിന്റെ ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 14/7/2021 ജൂലൈ 14 തീയതിയാണ് വന്നിരിക്കുന്നത്. ശേഷം ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഏകദേശം 1 മാസം കഴിഞ്ഞ് 18/8/2021 കൃത്യം 1 മാസവും 4 ദിവസങ്ങളും കഴിഞ്ഞിട്ടാണ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഡേറ്റ് വന്നിരിക്കുന്നത് നോക്കിയേ, കൃത്യം 4 മാസങ്ങൾക്ക് ശേഷം ഡിസംബർ 19 തീയതി എക്സാം നടന്നു. 18 തീയതി ക്ലോസ് ചെയ്തു. 4 മാസം കഴിഞ്ഞപ്പോ എക്സാം നടന്നു. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മുടെ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഗസറ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഡിസംബർ 16 ഒരു 4 ദിവസം കഴിഞ്ഞ് ഡിസംബർ 20 ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനുവരി 20 വരെ ആയിരിക്കും ഒരു ഓൾമോസ്റ്റ് ആപ്ലിക്കേഷൻ ഡേറ്റ് വരിക, അല്ലെ? ജനുവരി 20 വരെ. അത് കഴിഞ്ഞാലാണ് അവർ മീറ്റിംഗ് കൂടി 3 മാസത്തിന്റെ കലണ്ടർ തീരുമാനിക്കുന്നത്. അപ്പൊ നോക്കിയേ, ജനുവരി 20 കഴിഞ്ഞാൽ 4 മാസം, ജനുവരി 20 കഴിഞ്ഞാൽ ഫെബ്രുവരി 20, മാർച്ച് 20,
ഏപ്രിൽ 20, മെയ് 20. അപ്പൊ നമ്മൾ മെയ് ലാസ്റ്റില് എക്സാം ഉണ്ടാകും, അല്ലെങ്കിൽ മെയ് മാസത്തിൽ എക്സാം ഉണ്ടാകും എന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. സോ അതാണ് നമ്മൾ ലാസ്റ്റ് എക്സാം വെച്ചുള്ള ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ മെയ്യിൽ 100% ഉറപ്പായിട്ടും എക്സാം ഉണ്ടാകും, ഒരു ഡൗട്ടും വേണ്ട. ഇനി ജൂണിലേക്ക് പോയാൽ നമ്മുടെ ഭാഗ്യം എന്ന് കരുതുക. നിങ്ങൾ ഇന്നു മുതൽ കൂട്ടിക്കഴിഞ്ഞാല് ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, കൃത്യം 6 മാസം അല്ലെ, ഓൾമോസ്റ്റ് 6 മാസം. അപ്പൊ ഇന്നു മുതൽ പഠിച്ചു തുടങ്ങിയാലാണ് 6 മാസം. ഇനി നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വന്ന ഡിസംബർ 15-ാം തീയതി കഴിഞ്ഞ് പഠിക്കാൻ നോക്കിയാൽ ഏകദേശം 5 മാസമേ ചിലപ്പോൾ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയും സമയം വൈകരുത്. ഇന്ന് പഠിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പഠിക്കാൻ തുടങ്ങുക, നാളെ പഠിക്കാൻ പറ്റുമെങ്കിൽ നാളെ പഠിക്കാൻ തുടങ്ങുക. അല്ല നോട്ടിഫിക്കേഷൻ 15-ാം തീയതി കഴിഞ്ഞിട്ട് പഠിക്കാൻ ഇരിക്കരുത്. ദയവ് ചെയ്ത് കഴിഞ്ഞ എക്സാമിൽ വരുത്തിയ മിസ്റ്റേക്കുകൾ വരുത്തരുത്. കഴിഞ്ഞ മിസ്റ്റേക്കുകൾ ആണ് നിങ്ങളെ കഴിഞ്ഞ എക്സാമിൽ പലരെയും തോൽപ്പിച്ചത്. എളുപ്പമുള്ള എക്സാം ആയിട്ട് പോലും പലരും നിങ്ങളുടെ മിസ്റ്റേക്കുകൾ കൊണ്ടാണ് നിങ്ങളുടെ റിസൾട്ട് മോശമാക്കിയത്. അപ്പൊ അത് ഇത്തവണ ഒരു കാരണവശാലും ഉണ്ടാകരുത് കേട്ടോ. ഞാൻ കാല് പിടിക്കാം. അത്ര മാത്രം വിഷമം ഞങ്ങൾക്ക് ഉണ്ടായതാണ്. ഇത്രയധികം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ടും അത് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് പിന്നെ ടൈം ഞങ്ങളുടെ ഭാഗത്തും എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട് അല്ലെ. എക്സാം ഡേറ്റ് പെട്ടെന്ന് വന്നുകൊണ്ട് കുറച്ച് റിവിഷന് സമയം പ്രോബ്ലം വന്നു. സോ അതുകൊണ്ടാണ് ഇത്തവണ കൃത്യമായിട്ട് മാർച്ച് 1-ാം തീയതി റിവിഷൻ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ആദ്യം പഠിക്കുന്നവർ ഇപ്പൊ റിവിഷൻ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അവർക്ക്. അല്ലാതെ എല്ലാം പഠിക്കുന്ന അവസാനം അല്ല ഞങ്ങൾ റിവിഷൻ ചെയ്യുന്നത്. ഓരോ മാസം കഴിയുമ്പോൾ തൊട്ട് മുന്നേ സബ്ജക്ട്സ് നമ്മൾ റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം മുതലുള്ള റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഈ ആഴ്ച മുതൽ. ഇനിയും സമയം ഭയങ്കര ദയവ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. ആരാണോ ഈ 14 സബ്ജക്ട്സും പ്രോപ്പറായിട്ട് പഠിച്ച് എക്സാം എഴുതുന്നത് അവർക്ക് ജോലി കിട്ടുക തന്നെ ചെയ്യും. അതിലൊരു ഡൗട്ടും വേണ്ട. നിങ്ങൾ എഴുതി വെച്ചോളൂ, ഈ ജോലി കിട്ടാത്തത് 90% പേരും 14 സബ്ജക്ട്സും കംപ്ലീറ്റ് ചെയ്യാത്തവരാണ്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യാത്തവരാണ്, ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാത്തവരാണ്, മോഡൽ എക്സാമുകൾ എഴുതാത്തവരാണ്, എങ്ങനെയെങ്കിലും പഠിച്ചു പോയി എഴുതിയവരാണ്. അല്ലാതെ പ്രോപ്പറായിട്ട് 14 സബ്ജക്ട്സും പഠിച്ച് റിവിഷനും ചെയ്ത് OMR എക്സാമുകളും പ്രാക്ടീസ് ചെയ്ത് മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ കംപ്ലീറ്റ് ചെയ്ത് ഒരാൾക്കും ജോലി തരുന്നിട്ടില്ല. നിങ്ങൾ കഴിഞ്ഞ റിസൾട്ടുകൾ നോക്കുക, എല്ലാം ആവറേജ്, വളരെ ആവറേജ് ആയിട്ടുള്ള കുട്ടികളാണ് അവർ കംപ്ലീറ്റ് കഷ്ടപ്പെട്ട് പഠിച്ച് എഴുതി ജോലി മേടിച്ചിരിക്കുന്നത്. അങ്ങനെ ഉള്ളവർ തന്നെയാണ് ഞങ്ങളുടെ വിജയത്തിന്റെ അംബാസഡർമാർ എന്ന് പറയുന്നത്. ആവറേജ് ആയിട്ടുള്ളവർ മതി, അവർക്ക് പഠിച്ച് മിനിമം ഗ്യാരണ്ടിയാണ്. അവർക്ക് ഉറപ്പായിട്ടും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മികച്ച റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും. ഒരു ഡൗട്ടും വേണ്ട. പഠിച്ച് കുട്ടികളോട് ചോദിക്കൂ, അവര് എങ്ങനെ പഠിച്ചെന്ന് മനസ്സിലാക്കൂ, അവര് ചെയ്ത കാര്യങ്ങൾ നിങ്ങളും ചെയ്യൂ, ഉറപ്പായിട്ട് റിസൾട്ട് നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഒരു ഡൗട്ടും വേണ്ട. പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്, കോമ്പറ്റീറ്റീവ് എക്സാം ആണ്, കോമ്പറ്റീഷൻ, മത്സരമാണ്. മത്സരത്തിന് ഒരുപാട് പേര് കൂടെ മത്സരിക്കാനുണ്ടാകും. ഒരു ഓട്ട മത്സരത്തിന് ഓടാൻ നിൽക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ആണ്. ഒരു ഓട്ട മത്സരത്തിന് ഓടാൻ നിൽക്കുമ്പോൾ കൂടെ ഉള്ളവർ ഓടുന്ന അതേ സ്പീഡിലെങ്കിലും ഓടിയാലേ നമ്മൾ അവരുടെ ഒപ്പം എത്തുള്ളൂ. അല്ലാതെ അവർ 14 സബ്ജക്ട്സ് പഠിച്ചിട്ട് എക്സാം എഴുതുമ്പോൾ സാറേ ഞാൻ 5 സബ്ജക്ട്സ് പൂർണ്ണമായിട്ട് മൊത്തം അരച്ച് കലക്കി കുടിച്ച് പഠിച്ചു, അപ്പൊ എനിക്ക് അവരുടെ ഒപ്പം മാർക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ അവരുടെ ഒപ്പം എനിക്ക് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണ്. അവർ 14 സബ്ജക്ട്സ് പഠിച്ചാൽ അവരുടെ ഒപ്പം എത്തണമെങ്കിൽ 14 സബ്ജക്ട്സും PSC പറഞ്ഞിരിക്കുന്ന പഠിച്ചേ പറ്റുള്ളൂ. ഇനി അവരുടെ മുന്നിൽ കയറണമെങ്കിൽ അവരെക്കാളും കൂടുതലായിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അല്ലാതെ അവരെ കണ്ട് ആഗ്രഹിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അവർ ചെയ്യുന്നതിനേക്കാളും ഒരുപടി മുന്നിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. അവരെക്കാളും കുറച്ച് കൂടുതൽ നല്ല എക്സാം പോയിന്റ് പഠിച്ചതാകാം, അവരെക്കാളും കുറച്ച് കൂടുതൽ റിവിഷൻ ചെയ്തതാകാം, അവരെക്കാളും കുറച്ച് കൂടുതൽ OMR എക്സാം വേണ്ടി പ്രാക്ടീസ് നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കിയതാകാം, കുറച്ചുകൂടെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതാകാം. നിങ്ങളുടെ എക്സാമിന്റെ അവരെക്കാളും മുന്നിലെത്തിക്കുന്നത് ഇങ്ങനെയാകാം. ചിലപ്പോൾ നിങ്ങൾ എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട സബ്ജക്ട്സിൽ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്തതാകാം. നിങ്ങളെ മറ്റുള്ളവരെ മുന്നിലെത്തിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവരുടെ ഒപ്പം എത്തണമെങ്കിൽ PSC തന്നിരിക്കുന്ന സിലബസ് എങ്കിലും പ്രോപ്പറായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. കാരണം ഇതൊരു കോമ്പറ്റീഷൻ ആണ്, ഒരു മത്സരമാണ്. അതിൽ നമ്മൾ കൂടെ മത്സരിക്കുന്നതൊപ്പം എങ്കിലും കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ അല്ലേ? ഒരു മാറ്റം ഉണ്ടാവോ ഇനിയെങ്കിലും മനസ്സിൽ? യെസ്. കഴിഞ്ഞ എക്സാമിന്റെ റാങ്ക് ലിസ്റ്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്കറിയാം 31/1/2023 ജനുവരി 31-നാണ് നിലവിൽ വന്നത്. അതിന്റെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് വെറും 49 മാർക്കായിരുന്നു. 50% പോലും ഇല്ല. കഴിഞ്ഞ 9 എക്സാമിലും, കഴിഞ്ഞ 9 PSC എക്സാമിലും കട്ട് ഓഫ് എന്ന് പറഞ്ഞ 50% പോലും എത്തിയിട്ടില്ല. 100 ക്വസ്റ്റ്യനിൽ 50 മാർക്ക് വേണ്ട, അതുപോലും വാങ്ങാൻ കഴിയില്ല എങ്കിൽ നമ്മൾ തെറ്റാണത്. നിങ്ങൾ മറ്റ് കോമ്പറ്റീറ്റീവ് എക്സാം എഴുതുന്ന കുട്ടികളോടൊന്ന് അവരെങ്ങനെയൊക്കെയാണ് കഷ്ടപ്പെടുന്നതെന്ന് ഒന്ന് അന്വേഷിച്ച് നോക്കുക. നമ്മൾ ജോലിയും കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെ നോക്കി ബാക്കി സമയം കിട്ടിയാൽ മാത്രം പഠിക്കാമെന്നിരുന്നിട്ട് എനിക്ക് 50,000 രൂപയുടെ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അല്ല, ഇതിനേക്കാളും പകുതി സാലറിക്കുള്ള ജോലിയിൽ തന്നെ കുട്ടികൾ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ പോയി പഠിക്കുന്നത്, വർഷങ്ങളോളം കഷ്ടപ്പെടുന്നത്.
അപ്പൊ നിങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കുക, നമുക്ക് ഇത്രയും നല്ലൊരു അവസരം ഉണ്ടായിട്ട്, ഇത്രയും നല്ല സാഹചര്യങ്ങൾ ഉണ്ടായിട്ട്, ഇത്രയും നല്ല ചാൻസസ് നമുക്കുണ്ടായിട്ട് നമ്മളത് നഷ്ടപ്പെടുത്തി കളഞ്ഞാല് കുറ്റം നമ്മുടേതാണ്, നമ്മുടെ മാത്രം തെറ്റാണത്. നോക്കുക, ആദ്യത്തെ റാങ്ക് എന്ന് പറഞ്ഞ 73 മാർക്ക് മാത്രമേ ഉള്ളൂ. 73, 49ആണ് കട്ട് ഓഫ് വന്നിരിക്കുന്നത്. പക്ഷെ ഇതൊക്കെ വാങ്ങാൻ പറ്റത്തില്ല നിങ്ങളെ കൊണ്ട്. വളരെ ഈസി ആയിട്ട് പറ്റും, വളരെ ഈസി ആയിട്ട് പറ്റും. ഓരോ സബ്ജക്ട്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചാല് ഓരോ സബ്ജക്ട്സിന്റെ അനാലിസിസ് ഞങ്ങൾ തരും ഇനിയുള്ള ഓരോ ദിവസങ്ങളിൽ വീഡിയോ. ഓരോ സബ്ജക്ട്സും എങ്ങനെ പഠിക്കണം ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ഇപ്പൊ ഇതുവരെ നിലവിൽ നിയമനം നടന്നിരിക്കും. ലാസ്റ്റ് നവംബർ 19-നാണ് ഏറ്റവും അവസാനമായിട്ട് അഡ്വൈസ് ആയിരിക്കുന്നത്. ഇതുവരെ നിങ്ങൾ നോക്കിയാൽ 987 നിയമനങ്ങൾ അഡ്വൈസ് ഇതുവരെ ആയിട്ടുണ്ട്. ഇനിയും 1.25 വർഷം റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഏകദേശം, അല്ലെ? 1.25 വർഷം ഇനിയും കാലാവധിയുണ്ട്. ഇപ്പോഴും 987 നിയമനം നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത് വലിയൊരു നിയമനമാണ്. 1000-ഓളം നിയമനം ഈ 1.25 വർഷത്തിൽ നടന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, ജനറൽ ആയിട്ട് റിസർവേഷൻ ഇല്ലാത്തവർക്ക് പോലും 869 റാങ്ക് വരെ എത്തിയിട്ടുണ്ട്. EWS ആണെങ്കിൽ 1051 റാങ്ക് വരെ എത്തിയിട്ടുണ്ട്. ഈഴവ 883 റാങ്ക് വരെ എത്തിയിട്ടുണ്ട്. ഇനി SC ST കാറ്റഗറിക്കാര്, ഇനി ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ഷെഡ്യൂൾഡ് കാസ്റ്റോ ഷെഡ്യൂൾഡ് ട്രൈബിലോ പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഉറപ്പ് തരാം, നിങ്ങൾ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. നോക്കിയേ, ഇത്രയും 1.5 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ സപ്ലിയിൽ നിന്ന് 7ാമത്തെ ആളാണ് SC കാറ്റഗറി എടുത്തിരിക്കുന്നത്. ST കാറ്റഗറിയിൽ 37ാമത്തെ ആളാണ് എടുത്തിരിക്കുന്നത്. ആ മാർഗൊക്കെ എത്തണമെങ്കിൽ എത്ര മാർക്ക് വേണമെന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ വെറുതെ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉറപ്പായിട്ടും ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക് ജോലി കിട്ടുന്ന മാർഗിലേക്ക് എത്തിക്കാമെന്ന്. പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ പഠിക്കുക, എല്ലാ സബ്ജക്ട്സും ഒന്ന് ഞങ്ങൾ പറയുന്ന പോലെ ഒന്ന് പഠിക്കുക, എങ്കിൽ ഉറപ്പായിട്ടും ജോലി കിട്ടും ഈ കാറ്റഗറിക്കാർക്കൊക്കെ. ഇത്രയും അവസരമാണ്. നിങ്ങൾ നോക്കിയേ, ഈ 1.25 വർഷം കൊണ്ട് ഈ സപ്ലിയിൽ നിന്ന് 1.25 വർഷം കൊണ്ട് സപ്ലിയിൽ നിന്ന് 7 പേര്. അപ്പൊ ഈ റാങ്ക് ലിസ്റ്റ് തീരുമ്പോൾ എത്ര പേര് സപ്ലിയിൽ നിന്ന് എടുക്കും നോക്കിയേ. ഇനി മുസ്ലിം ആണെങ്കിൽ ഇപ്പൊ തന്നെ 1569 എത്തി, അതായത് ഓൾമോസ്റ്റ് മെയിൽസ് തീരാറായി. ഇനി LC ബാർ ആംഗ്ലോ ഇന്ത്യൻ 1365 റാങ്ക് എത്തി. ഈ റാങ്കിലേക്ക് എത്തണമെങ്കിൽ എത്ര മാർക്ക്? 50 മാർക്കിന് അടുത്ത് മതി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒന്ന് ആലോചിക്കുക. അത്രയും പഠിക്കുക, അത്രയും മാർക്ക് വാങ്ങാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ നഴ്സിംഗ് പഠിച്ചത്? ഇത്രയും വലിയൊരു പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചവരല്ലേ നമ്മൾ. നമ്മളെ കൊണ്ട് വിചാരിച്ചാൽ വാങ്ങാൻ പറ്റില്ലേ ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാല്? ഇനി പഠിച്ചു തുടങ്ങിയാൽ മതി. പകുതി മാർക്ക് മതി നമുക്ക് 100 ക്വസ്റ്റ്യനില്. നമ്മൾ മുഴുവൻ മാർക്ക് മേടിക്കാനാണ് പഠിക്കുന്നത്. അതിൽ 50 മാർക്ക് എത്താനെന്ന് വളരെ ഈസിയാണ്. നിങ്ങൾ മിസ്റ്റേക്കുകൾ വരുത്താതിരുന്നു കഴിഞ്ഞാൽ ആ മാർക്കിലേക്ക് എത്തും. മൈനസ് മാർക്കാണ് കഴിഞ്ഞ എക്സാമിൽ പറ്റിച്ചത്. മൈനസ് മാർക്ക് വരാൻ കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആൻസർ അറിയാഞ്ഞിട്ട് തന്നെയാണ്, അതിലൊരു ഡൗട്ടും വേണ്ട. ഇതിന് പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാത്തത് ഒക്കെ തന്നെയാണ്. 2 ഓപ്ഷൻ മാറ്റും, 2 ഓപ്ഷനിൽ നിന്ന് ഡൗട്ട്, അല്ലെ? അത് ഇനി വരരുത് സ്പെസിഫിക് ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ് ടെസ്റ്റിലെ റിവിഷൻ എക്സാമുകളിലൊന്നും നിങ്ങൾക്ക് ഓപ്ഷൻ തരാത്തത്. ഓപ്ഷൻ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ കറക്കി കുത്താൻ അവരുടെ അവസരമുണ്ട്. മറ്റേ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ ആൻസർ പഠിച്ചു വെക്കും. അത് നമ്മുടെ എല്ലാ ക്ലാസ് ടെസ്റ്റും നമ്മൾ 1 ലൈനറാണ്, അല്ലെ? അവിടെ നിങ്ങൾ ആൻസർ എഴുതിയാ വേണ്ടത്. അതുകൊണ്ട് ഓപ്ഷൻസ് ഇല്ല, കൺഫ്യൂഷൻസ് വരാം ഒരു സാധ്യതയില്ല എക്സാമുകളിൽ. ഓക്കെ, പിന്നെ നോക്കി, ഇനി വിശ്വകർമ്മ ആണെങ്കിൽ 1308 എത്തി. സോ OBC 867 എത്തിയിട്ടുള്ളൂ. SIUC നാടാറ് 865 റാങ്ക് വരെ എത്തിയിട്ടുള്ളൂ. പക്ഷെ ഹിന്ദു നാടാറ് അതിന്റെ ഇരട്ടിയിലേക്ക് എത്തി, 1587 എത്തി. ഇനി SCCC കൺവേർട്ട് ക്രിസ്ത്യൻസ് 1695, ധീവര 1023, പിന്നെ സിവിലി ഹാൻഡിക്യാപ്ഡ് ആളില്ല ആ കാറ്റഗറിയിലാണ്. ഇത്രയും അധികം അപ്പോയിന്റ്മെന്റ് നടക്കുന്നുണ്ട് DMA-യിൽ. DHS പോലെ അല്ല. അപ്പൊ അതിലൊക്കെ ഒന്ന് എത്തണമെങ്കിൽ ഒന്ന് മെയിൻ ലിസ്റ്റിൽ എത്തിയാൽ മതി. അല്ല, ഇനി റിസർവേഷൻ കാറ്റഗറിക്കാരാണെങ്കിൽ സപ്ലിയിൽ തന്നെ നല്ല അവസരമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് വെറുതെ കളയരുത്. അത്രമാത്രം അവസരമാണ് നിങ്ങളെ സംബന്ധിച്ച്. ഇത്രയും നല്ല റിസർവേഷനുകൾ ഉണ്ടായിട്ട് എന്തൊരു ഗവൺമെന്റ് ജോലി, അല്ലെ? ഏകദേശം 50,000-ഓളം രൂപ സാലറി കിട്ടുന്ന ഒരു ജോലിയാണ്. 50,000 എന്നൊക്കെ പറഞ്ഞ് വെറുതെയാണ്. 45,000 രൂപയാണ് ഇപ്പൊ കിട്ടുന്നത് സ്റ്റാർട്ടിങ്. കാരണം ഒരു 18% DA പെൻഡിങ് ആണ്. അതുകൂടെ വന്നു കഴിഞ്ഞാൽ 50,000-ന് മുകളിലാവും. പിന്നെ നിങ്ങൾ ജോലി കയറുമ്പോൾ ഇനി ഒരു 2 വർഷത്തിനകം ജോലി, അല്ലെ? 2.5 വർഷമെങ്കിലും ഇനിയും എടുക്കും. അപ്പോഴേക്കും 10,000 ഒക്കെ എന്തായാലും എത്തും ഉറപ്പായിട്ട്. 2 DA വന്നാൽ മതി, 50,000 സാലറി എത്തും. നമുക്ക് 18% പെൻഡിങ് കിടക്കുക കഴിഞ്ഞ 3-4 വർഷമായിട്ട്. ഇപ്പൊ 2 DA 5% പുതിയതായിട്ട് വന്നതേ ഉള്ളൂ കഴിഞ്ഞ 5 വർഷത്തിന് ശേഷം. ബാക്കി പെൻഡിങ് ഉള്ള വന്നാൽ 50-ന് മുകളിൽ ഉറപ്പായിട്ട് പോകും. പിന്നെ ജോലിക്കാർ എന്തായാലും നോർമലി തന്നെ 50-ന് മുകളിൽ എത്തും. അപ്പൊ അത്രയും സാലറി ഉള്ള ഒരു ജോലിയാണ്. 50,000 ഒരു മാസം സാലറി അത്രയും വലിയൊരു കോമ്പറ്റീറ്റീവ് എക്സാമാണ്. ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് ആ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന്റെ സ്പിരിറ്റ് നിങ്ങൾ കാണിക്കണം. ആ ഒരു ആത്മാർത്ഥത നിങ്ങൾ കാണിക്കണം. ആ ഒരു ഡെഡിക്കേഷൻ കാണിക്കണം. അറ്റ്ലീസ്റ്റ് 3 മണിക്കൂറെങ്കിലും പഠിക്കണം.
നിങ്ങളൊന്ന് ആലോചിക്കുക, മറ്റു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ എത്ര മണിക്കൂറാണ് കഷ്ടപ്പെടുന്നത് എന്നുള്ളത്. അവർ എന്തൊക്കെ രീതിയിലാണ് നോട്ടുകൾ തയ്യാറാക്കുന്നത്, ക്വസ്റ്റ്യൻ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിക്കും, ഉറക്കമൊഴിഞ്ഞ് അവർ എത്രമാത്രം കഷ്ടപ്പെട്ട് LD ക്ലർക്കൊക്കെ ആകാനായിട്ട്. എന്നിട്ട് അവരുടെയൊക്കെ റാങ്ക് ലിസ്റ്റ് എത്ര നിയമനം നടക്കുന്നത് ഒന്ന് അനാലിസിസ് ചെയ്യുക നിങ്ങൾ. എന്നിട്ട് നിങ്ങളെ തന്നെ ഒന്ന്, ഇത്രയും അവസരമാണ് ഞാൻ എന്റെ ലൈഫ് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളത്. അങ്ങനെ ഒരു മാറ്റം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ ഒരു മാറ്റം നമ്മളിലേക്ക് വരണം. വെറും 6 മാസം കഷ്ടപ്പെട്ടാൽ മതി. വെറും 6 മാസം ആയിട്ട് അതിന് വേണ്ടി കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക, റെഗുലർ ആയിട്ട് പഠിക്കുക, എല്ലാ ദിവസവും പഠിക്കുക, കുറച്ച് സമയമെങ്കിലും. നിങ്ങളുടെയൊക്കെ പ്രശ്നം ഒരു ആത്മാർത്ഥതയോട് സ്റ്റാർട്ട് ചെയ്യും. എന്തെങ്കിലും ഒരു ഇടയ്ക്ക് വെച്ച് ഒരു വീഴ്ച വന്നാൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അതുകൊണ്ടാണ് പലരും വഴി ജോലിയിലേക്ക് എത്താത്തത്, കംപ്ലീറ്റ് ചെയ്യത്തില്ല. ഞാൻ ഇപ്പോഴും പറയും, 14 സബ്ജക്ട്സ് PSC ചിലവ് തന്നിട്ടുണ്ട്, ആ 14 സബ്ജക്ട് കംപ്ലീറ്റ് ചെയ്യണം. മൈനർ സബ്ജക്ട്സുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, കൊടുത്ത് എന്നെ പഠിക്കണം. നോക്ക് എത്ര പേർക്കാണ് ജോലി കിട്ടിയിരിക്കുന്നത് എന്നുള്ളത്. ഈ കഴിഞ്ഞ ഒരാഴ്ച തന്നെ പേർക്ക് അഡ്വൈസ് വന്നമ്മ വന്നിരിക്കുന്നത് അല്ലെ, നിങ്ങൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഞങ്ങൾ ഇരുന്ന അപ്പോയിന്റ്മെന്റ് സ്റ്റാറ്റസുകൾ മാത്രം നിയമനങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങൾ അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ മറ്റുള്ളവർ പറയും പോലെ നിയമനം നടക്കുന്നില്ല, നിയമനം തെറ്റായ ഇൻഫർമേഷൻ ആണ്. DHS കുറവായിരുന്നു, കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു, സത്യമാണ്. DMയിൽ നോക്കുക ഇത്ര നിയമനം നടന്നു എന്നുള്ളത്. പിന്നെ ഒരേ റാങ്ക് ലിസ്റ്റിൽ തന്നെ 2 പേര് വരുന്നത്. അപ്പൊ നിങ്ങൾ മൊത്തം നോക്കുകയാണെങ്കിൽ സ്റ്റാഫ് നേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയെ സംബന്ധിച്ച് വളരെയധികം പേർക്ക് ജോലി കിട്ടുന്നുണ്ട്. DHSഉം DMEയും രണ്ടിലും ആൾക്കാർ വരുന്നത് സെയിം ആണ്. അപ്പൊ രണ്ടും കൂടെ കൂട്ടുമ്പോൾ ഒരു വലിയൊരു ബൾക്ക് പോസ്റ്റിംഗ് നടക്കുന്നുണ്ട് രണ്ടിനും കൂടെ സ്റ്റാഫ് നേഴ്സിന്. അതുപോലെ JPHN പോസ്റ്റിംഗ് അതിന് ജോലി കിട്ടുന്നുണ്ട്. അതുപോലെ ഹോമിയോയിൽ ജോലി കിട്ടുന്നുണ്ട്, IMSൽ ജോലി കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവസരങ്ങൾ ആവശ്യത്തിനുണ്ട്, പ്രയോജനപ്പെടുത്തുക കേട്ടോ. നെക്സ്റ്റ് കഴിഞ്ഞ മാസത്തെ പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിച്ച ഒരു സ്റ്റാഫിന്റെ സാലറി സ്ലിപ്പാണ്. ഒന്ന് നോക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ ഈ അടുത്ത് ജോയിൻ ചെയ്ത സ്റ്റാഫിന്റെ, ഏറ്റവും അടുത്ത് ജോയിൻ ചെയ്ത സ്റ്റാഫിന്റെ സാലറി സ്കെയിലാണ്. അവരുടെ ബേസിക് പേ എന്ന് പറയുന്നത് 39,300 DA 4,716 ഉണ്ട്, HR 1,572. അങ്ങനെ ഒരു 47,500 ശരിക്കും സ്റ്റാർട്ടിംഗ് പേ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് ബേസിക് പ്ലസ് DA ആണല്ലോ നമ്മുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ HR 1,572 വരുന്നുണ്ട്. പിന്നെ ഡിഡക്ഷൻസും ഒക്കെ ഉണ്ട്. ഇതിൽ കിടക്കുന്ന കുറച്ച് കൂടുതൽ ഡിഡക്ഷൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ നോക്കി, ഗ്രോസ് സാലറി 45,588 45,588. ഇനി സിറ്റിയിലൊക്കെ ആണെങ്കിൽ ഒരു 500 രൂപയോളം സിറ്റി അലവൻസ് കൂടെ കിട്ടും. ഒരു 46,000 രൂപ കയ്യിൽ കിട്ടുന്നത്, മീൻസ് ടോട്ടൽ സാലറി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ അതിന് NBSഉം PFഉം LICയും ഒക്കെ ആയിട്ട് GLSഉം ഒക്കെ ആയിട്ട് GSഉം ഒക്കെ ആയിട്ട് കട്ട് ചെയ്ത് നമുക്കൊരു 37,000 രൂപ സ്റ്റാർട്ടിങ് നമുക്ക് കയ്യിൽ കിട്ടും കേട്ടോ. 36,000-37,000 രൂപയാണ് ഒരു മാസം കയ്യിൽ കിട്ടുക, ബാക്കി എല്ലാ ഡിഡക്ഷൻസും പോയിട്ട്. അതെല്ലാം നിങ്ങളുടെ സേവിങ്സ് ആണ് ശരിക്കും പറഞ്ഞത്. സോ അത്രയും അധികം വലിയൊരു ജോലിയാണ്. സോ അതിനനുസരിച്ച് നമ്മൾ കഷ്ടപ്പെടണം. ഞാൻ വീണ്ടും പറയുന്നു, ഇത്രയും പേര് 50,000 പേര് എക്സാം എഴുതുന്നു, അല്ലെങ്കിൽ ഒരു 30,000 പേര് എക്സാം എഴുതുന്നു ഒക്കെ പറഞ്ഞാലും കഴിഞ്ഞ എക്സാം എഴുതിയ വെറും 19,000 പേരാണ് കഴിഞ്ഞ DHS എക്സാം എഴുതിയത്. അതിന് മുന്നേ 37,000 പേര് എക്സാം എഴുതിയ സ്ഥാനത്താണ് 19,000-ലേക്ക് എത്തിയത്. എനിവേ, എത്ര ആയിരം പേര് എഴുതിയാലും ഇതിനകത്ത് പഠിച്ചെഴുതുന്നത് പ്രോപ്പറായിട്ട് 14 സബ്ജക്ട്സും പഠിച്ചെഴുതുന്നത് വെറും 10% പേരേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് വളരെ അനുഭവമുള്ളതാണ്. വെറും 10% പേര് ഈ 14 സബ്ജക്ട്സ് PSC തന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്ത് എഴുതുന്നുള്ളൂ. ആ 10% പേരിൽ വീണ്ടും ഒരു 50% മാത്രമേ ശരിക്കും പറഞ്ഞാൽ പ്രോപ്പറായിട്ട് ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസും അതുപോലെ മോഡൽ എക്സാമുകളും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് റിവിഷൻ പഠിച്ചു എഴുതുന്നുള്ളൂ. അപ്പൊ എത്രമാത്രം ശരിക്കും ചാൻസ് ഉണ്ട് എന്നറിയാം. നിങ്ങൾ വിചാരിക്കില്ല ഈ 30,000 പേരിൽ നല്ല നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്, വെറും 5,000 പേരിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അത്രയും പേരൊക്കെ ശരിക്കും മര്യാദയ്ക്ക് പഠിച്ചെഴുതുന്നുള്ളൂ. ബാക്കി എല്ലാവരും ചുമ്മാ എക്സാം നോട്ടിഫിക്കേഷൻ വരെ വെറുതെ എഴുതുന്നവരാ, അല്ലെങ്കിൽ ജോലിയുടെ കൂടെ സമയം കിട്ടുമ്പോൾ പകുതി പഠിച്ചിട്ടൊക്കെ പോയി എഴുതുന്നവരാ. അല്ല, 14 സബ്ജക്ട്സും പഠിച്ച് കംപ്ലീറ്റ് എഴുതുന്നവര് വെറും 10% പേരുടെ അകത്തേ ഉള്ളൂ. അത് ഞങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങളുള്ളത്, വർഷങ്ങളായി അനുഭവങ്ങളുള്ളത്. അതിനകത്തുനിന്നാണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അതിനകത്ത് നിങ്ങൾ മുന്നിൽ വന്നാൽ മതി. 5,000 പേരിൽ നിന്ന് 1,000 പേരിൽ എത്തിയാൽ മതി, നിങ്ങൾക്ക് ജോലി ഉറപ്പാണ്. 5,000 പേരേ ഉള്ളൂ ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നവര്. അതിനകത്തുനിന്ന് 5 പേരുടെ മുന്നിൽ എത്താൻ നിങ്ങളെ കൊണ്ട് പറ്റും, ഉറപ്പായിട്ട് പറ്റും. ശരി, പ്രോപ്പറായിട്ട് ഈ പറഞ്ഞതുപോലെ പഠിക്കുക കേട്ടോ. യെസ്, സിലബസ് എന്ന് പറയുന്നത് ഇപ്പൊ പൂർണ്ണമായിട്ടും നേഴ്സിംഗ് സബ്ജക്ട്സുകൾ മാത്രമേ ഉള്ളൂ. അത് പണ്ടൊക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ മേജർ ആയിട്ടുള്ള 6 സബ്ജക്ട്സ്, മെഡിക്കൽ സബ്ജക്ട്, OBGയും ഫണ്ടമെന്റൽസ് മേജർ സബ്ജക്ട്സുകൾ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ ഇന്ന് നിങ്ങളുടെ റാങ്കുകൾ നിങ്ങൾക്ക് ജോലി കിട്ടണോ വേണ്ടത് തീരുമാനിക്കുന്നത് ചെറിയ സബ്ജക്ട്സിലാണ്. 81 മുതൽ 100 ചോദ്യം നഴ്സിംഗ് എഡ്യൂക്കേഷൻ, നഴ്സിംഗ് അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ആൻഡ് സ്റ്റാറ്റി, ഇതിൽ ആരാണ് ഏറ്റവും നന്നായി സ്കോർ ചെയ്യുന്നത് അവരൊക്കെ ആയിരിക്കും ആദ്യ റാങ്ക് ലിസ്റ്റ്. അതുപോലെ തന്നെ സൈക്കോളജി, സോഷ്യോളജി, മൈക്രോബയോളജി, ന്യൂട്രീഷൻ, ബയോകെമിസ്ട്രി ഉള്ള സബ്ജക്റ്റുകൾ
ഒരു 35 മാർക്കുണ്ട് 8 കുഞ്ഞു സബ്ജക്ട്സിൽ. ഇതിൽ ആരാണോ 25 മുകളിൽ മാർക്ക് മേടിക്കുന്നത്, അല്ല 20 മുകളിലെങ്കിലും എത്തിയാൽ ജോലി ഉറപ്പാണ്. 25 മുകളിലേക്ക് എത്തിയാൽ ഉറപ്പായിട്ട് 100 റാങ്കിലും ഉണ്ടാവും. ഞങ്ങൾ എഴുതി തരും, ഇത്ര ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. അല്ല, കാരണം ഇതൊക്കെ ഞങ്ങൾ എഴുതിയെടുത്ത എക്സാം എഴുതി വരാം, അല്ലെ, എഴുതി ജോലി കയറി വരാം. അതുകൊണ്ട് ഞങ്ങൾക്ക് അത്രയും ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെ പറ്റുമായിരിക്കും. അല്ലാതെ വെറുതെ മെഡിക്കൽ സർജിയിലോ OBG അല്ല നിങ്ങളുടെ റാങ്ക് തീരുമാനിക്കുന്ന സബ്ജക്ട്സിൽ. അത് പഠിച്ചാലല്ല ജോലി കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഏത് ഗേഡും വെച്ച് പഠിക്കാം. പക്ഷേ ഈ ചെറിയ സബ്ജക്ട്സുകൾ നിങ്ങൾ എങ്ങനെ എക്സാമിന് അറിഞ്ഞു പഠിക്കൂ, അവരായിരിക്കും ആദ്യ റാങ്കിൽ ഉണ്ടാവുക. ജനറൽ നഴ്സിംഗ് പഠിച്ച കുട്ടികളോട് എനിക്ക് അപേക്ഷയേ ഉള്ളൂ, ദയവ് ചെയ്ത് ഈ മൈനർ സബ്ജക്ട്സിൽ, നഴ്സിംഗ് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് പോലുള്ള സബ്ജക്ട്സിൽ നിങ്ങൾക്ക് എക്സ്പോഷർ ഇല്ല എന്ന് പറഞ്ഞിട്ട് ദയവ് ചെയ്ത് ഉഴപ്പരുത്. അത് പഠിക്കാതെ പോകരുത്. പഠിക്കാതെ നിങ്ങൾക്ക് ജോലി കിട്ടില്ല. ആ സബ്ജക്ട്സുകളിൽ മാർക്ക് സ്കോർ ചെയ്യാതെ. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ആ സബ്ജക്ട്സിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ അതിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അതിലെ കൂടുതലായിട്ട് ശരിക്കും അതിന്റെ എക്സാമിന്റെ ശരിക്കുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത്, അല്ലെങ്കിൽ ടോപ്പ് പ്രാക്ടീസ് ടെസ്റ്റ് കൊടുത്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് കഴിഞ്ഞ എക്സാമുകളിൽ 20-ൽ 19 മാർക്കും ഈ 3 സബ്ജക്ട്സിലും കുട്ടികൾ സ്കോർ ചെയ്തത്. സോ ആ ഒരു 3 സബ്ജക്ട്സ് ദയവ് ജനറൽ നഴ്സിംഗ് കഴിഞ്ഞ കുട്ടികൾ പഠിക്കാതിരിക്കരുത്. നിങ്ങൾക്കത് പഠിക്കാതെ നല്ല റാങ്കിലേക്ക് എത്താൻ കഴിയില്ല. ബാക്കി സബ്ജക്ട്സിൽ നിങ്ങൾ എത്ര സമയം അനാവശ്യമായിട്ട് കളഞ്ഞാലും ഈ സബ്ജക്ട്സിന്റെ മാർക്ക് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഞങ്ങൾ ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. ദയവ് ചെയ്ത് ജനറൽ നഴ്സിംഗ് ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഒഴിവാക്കരുത്. നിങ്ങൾക്ക് 10 തവണ വായിച്ച് പഠിക്കൂ, അല്ലെങ്കിൽ 20 തവണ വായിച്ച് പഠിക്കും. ഇനി അതും മനസ്സിലാവുന്നില്ലെങ്കിൽ എഴുതി പഠിക്കൂ, അത്രയും സമയമുണ്ട്. കാരണം മെഡിക്കൽ സർജിക്കാർ പഠിക്കുന്നതിന് 1 യൂണിറ്റ് പഠിക്കുന്ന സമയം മതി ഈ ഒരു സബ്ജക്ട് പഠിക്കാൻ. നിങ്ങൾ എഴുതി പഠിക്കൂ, നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി. അത്രയും സമയം നിങ്ങൾക്കുണ്ട് ആ 3 സബ്ജക്ട്സ് പഠിച്ചെടുക്കുക. കാരണം അത്രയും ചെറിയ സബ്ജക്ട്സിലാണ്. പ്രോപ്പറായിട്ട് എന്താണ് പഠിക്കേണ്ടത് അറിഞ്ഞു പഠിക്കുക. അവിടെയാണ് ഒരു കോച്ചിങ് സെന്ററിന്റെ ധർമ്മം എന്ന് പറയുന്നത്. അത് പറഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. നിങ്ങളെ ആ സബ്ജക്ട്സ് എങ്ങനെ പഠിക്കണം, അതിൽ എങ്ങനെ നിങ്ങളെ സ്കോറിലേക്ക് എത്തിക്കാൻ പറ്റും, അതാണ് ഞങ്ങൾ ഒരു കോച്ചിങ് സെന്റർ ധർമ്മം ഞങ്ങൾ വിശ്വസിക്കുന്നത്. അല്ലെങ്കിൽ അവിടെ ശരിക്കുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് ശരിക്കും. ദയവ് ചെയ്ത് ജനറൽ നഴ്സിംഗ് കുട്ടികൾ ആ സബ്ജക്ട്സിൽ ഒഴിവാക്കരുത് കേട്ടോ. സോ അപ്പൊ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല വിഷൻ ഉണ്ടാകണം, നിങ്ങൾക്ക് നല്ലൊരു ഗോൾ, ഇപ്പോഴേ നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യണം. എനിക്ക് ഈ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ ജോലി നേടിയെടുക്കണം. എന്റെ മുന്നിൽ 6 മാസമുണ്ട്. 6 മാസം എനിക്ക് 14 നഴ്സിംഗ് സബ്ജക്ട്സ് പഠിക്കാം, അല്ലെങ്കിൽ 15 നഴ്സിംഗ് സബ്ജക്ട്സ് പഠിക്കാനുണ്ട് പ്രോപ്പറായിട്ട്. അതിന്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യാനുണ്ട്, യൂണിറ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനുണ്ട്, 10 മോഡൽ എക്സാം, സബ്ജക്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, മോഡൽ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്, 25 OMR എക്സാം എങ്കിലും എനിക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്, 100 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയും ചെയ്താൽ എനിക്ക് എന്റെ ജോലി കിട്ടും. അതിന് ഞാൻ 1 മാസം എനിക്ക് ഇത്ര സമയം, ഒരാഴ്ച ഞാൻ ഇത്ര സമയം, ഒരു ദിവസം ഞാൻ ഇത്ര സമയം കൊടുക്കണം. കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക. വെറുതെ പ്ലാൻ തയ്യാറാക്കി സ്വപ്നം കണ്ടിരുന്നാൽ പോരാ, അത് നമ്മൾ പ്രാവർത്തികമാക്കണം. അല്ലെ, APJ അബ്ദുൽ കലാം പറയും പോലെ നമ്മൾ ഉറക്കത്തിൽ കാണുന്ന നല്ല സ്വപ്നം നമ്മളെ ഉറങ്ങാൻ അനുവദിക്കാതെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകമാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. സോ വെറുതെ പ്ലാൻ തയ്യാറാക്കി അല്ലെങ്കിൽ എക്സാമിന് അപേക്ഷിച്ച് നമ്മൾ ജോലി കിട്ടുന്നതും വീട് വെക്കുന്നത് കാറ് വാങ്ങുന്നത് സ്വപ്നം കണ്ടിരുന്നാൽ പോരാ, അതിനായിട്ട് ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ സ്വപ്നം കാണേണ്ടത് നമ്മുടെ ആ എക്സാം ഡേ ആയിരിക്കണം. എക്സാം ഡേയിൽ ഞാൻ ആ 100-ൽ 100 ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നതായിരിക്കണം എന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. അതായിരിക്കണം നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അല്ലാതെ വീട് വെക്കുന്ന കാറ് വാങ്ങുന്ന ജോലി കിട്ടുന്നതല്ല. അല്ല, ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ട് ലോട്ടറി എനിക്ക് 1ാം സമ്മാനം അടിക്കുന്ന നല്ല സ്വപ്നം കാണേണ്ടത്. ആ രീതിയിലല്ല നമ്മുടെ സ്വപ്നം. അങ്ങനെ ആകരുത്. അതിനുവേണ്ടി നമ്മുടെ പ്രവൃത്തിയാണ് നമ്മുടെ വിജയത്തെ തീരുമാനിക്കുന്നത്. ആക്ഷനാണ് നമ്മുടെ സക്സസിനെ തീരുമാനിക്കുന്നത്. പിന്നെ ദ റൈറ്റ് ഡിസിഷൻ അറ്റ് ദ റൈറ്റ് ടൈം. ഏറ്റവും ശരിയായ തീരുമാനം ഏറ്റവും ശരിയായ സമയം എടുക്കുന്ന ആളായിരിക്കും ഏറ്റവും മികച്ച വിജയം നേടാൻ പോകുന്നത്. അതിൽ ഒരു ഡൗട്ടും വേണ്ട. അതിന് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ശരിയായ തീരുമാനം എടുക്കുക. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ റിക്വസ്റ്റ് ചെയ്യാണ്, നിങ്ങൾക്ക് ഒരു തീരുമാനം ഇതിൽ എടുക്കുന്ന തെറ്റിപ്പോയാൽ നിങ്ങളുടെ ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ ജോലിയാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. കാരണം വീണ്ടും ഓർപ്പിക്കുന്നത്, ഇനി ഒരു 3 വർഷം കഴിയാതെ എക്സാം ഉണ്ടല്ല. അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ജോലി കിട്ടുക എന്നുള്ളതും വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. സോ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദയവായി ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കി ഒരു ആവറേജ് കുട്ടിക്ക് ഗവൺമെന്റ് ജോലി നേടാൻ ഏത് പ്രിപ്പറേഷൻ ആണ് നല്ലതെന്ന് കൃത്യമായി മനസ്സിലാക്കി വേണം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാൻ. ഒരു തവണയെങ്കിലും നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ഈ പുതിയ അപ്ഡേറ്റഡ് ആപ്പിനോടൊപ്പം നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ക്ലാസ്സിനോടൊപ്പം ഒരു തവണ നിങ്ങൾ പരിശ്രമിക്കാൻ ഒരു തീരുമാനം എടുക്കുക. ഒരിക്കലും നിങ്ങൾക്ക് ആ തീരുമാനം തെറ്റാവില്ല. അത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഉറപ്പായിട്ടും അവസാന നിമിഷം വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇതുവരെ പഠിച്ചവരോട് നിങ്ങൾ ചോദിക്കുക, അവർ ഉറപ്പ് തരികയാണെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്താൽ മതി. നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അതുപോലെ തന്നെ
നിങ്ങളുടെ സുഹൃത്തുക്കൾ DME നഴ്സിംഗ് എക്സാം എഴുതുന്ന സുഹൃത്തുക്കൾക്കായിട്ടും നമ്മുടെ പുതിയ ആപ്പിനെ പരിചയപ്പെടുത്തി കൊടുക്കുക. അവർക്ക് പഠിക്കാതെ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഫ്രീ ആയിട്ട് അതിനകത്ത് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. അവർക്ക് മാതൃകയായി അവരും പഠിക്കട്ടെ. അവരുടെ ജീവിതത്തിലെ ഈ ടേണിംഗ് പോയിന്റിൽ അവരുടെ ഗവൺമെന്റ് ജോലി സ്വപ്നത്തിൽ നിങ്ങൾക്കും ഭാഗമാകാൻ ഉറപ്പായിട്ടും കഴിയും. അതിൽ ഒരു സംശയം വേണ്ട. നിങ്ങൾക്ക് അവർക്ക് റെഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരിക്കലും ഒരു തെറ്റായിട്ട് വരില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു തീരുമാനത്തിന് നിങ്ങൾക്കും ഭാഗമാകാൻ കഴിയും. അത് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ഒരു തവണ എങ്കിലും ഒരു തവണ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് ഈ പുതിയ ആപ്പിനോടൊപ്പം നേഴ്സസ് സക്സസ് മാജിക് ആപ്പ് കരിയർ പോയിന്റ് തിയറി ക്ലാസ്സുകളും ടോപ്പിക് വൈസുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യനും LMR ബൂസ്റ്റർ പോയിന്റ്സും NCLEX-RN ക്വസ്റ്റ്യൻസും മോഡൽ എക്സാമുകളും സബ്ജക്ട് എക്സാമുകളും 100 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകളും 25 OMR എക്സാമുകളും പിന്നെ 2 മാസത്തെ റിവിഷൻ പ്ലാനും ഒക്കെ വർക്ക്ഔട്ട് ചെയ്ത് ഒരേ ഒരു തവണ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഒരു തവണ നിങ്ങൾ ഈ തീരുമാനത്തിനോടൊപ്പം നിൽക്കുകയാണെങ്കിൽ അടുത്ത DME എക്സാമിൽ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം ഉറപ്പായിട്ടും നേടിത്തരാം. ഞങ്ങൾക്ക് കഴിയുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. കൂടെ നിൽക്കാൻ നിങ്ങളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. സോ എല്ലാവർക്കും ശരിയായ തീരുമാനമെടുത്ത് ഇന്ന് മുതൽ ഞാൻ വീണ്ടും ഓർമ്മിക്കുന്നു, December 15 മാറ്റിവെക്കരുത്. ആ സമയം കൊണ്ട് ഒരു 2 സബ്ജക്ട്സ് എങ്കിലും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിച്ചു തീർക്കാൻ പറ്റും. അത് അത്രത്തോളം നിങ്ങൾക്ക് റിവിഷന് കൂടുതൽ സഹായിക്കും, കൂടുതൽ സമയം നിങ്ങൾക്ക് നൽകും. സോ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങുക. ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകരുത്. ദയവ് ചെയ്ത് റിക്വസ്റ്റ് ആണ്. എവിടെ ജോയിൻ ചെയ്ത് പഠിച്ചാലും ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ പഠിച്ചു തുടങ്ങുക. നോട്ടിഫിക്കേഷൻ വന്നാൽ വീണ്ടും നിങ്ങൾക്ക് നഷ്ടമാകുന്ന 15ഓളം ദിവസങ്ങളാണ്. 2 3 സബ്ജക്ട്സ് പഠിച്ചു തീർക്കാനുള്ള സമയമായിരിക്കും നഷ്ടപ്പെടുക. ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുന്നു, എവിടെ നിങ്ങൾ എങ്ങനെ പഠിച്ചാലും നേഴ്സസ് സക്സസ് മാജിക്കിന്റെ ഈ ഒരു പ്ലാൻ തിയറി പഠിക്കുക, ഓരോ കുഞ്ഞു ടോപ്പിക് പഠിച്ചിട്ട് അതിന്റെ കംപ്ലീറ്റ് പ്രീവിയസ് എക്സാം പ്രാക്ടീസ് ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് യൂണിറ്റ് എക്സാം അറ്റൻഡ് ചെയ്യുക. ഓരോ സബ്ജക്ട്സ് പഠിച്ചിട്ടും ഓരോ ആഴ്ചയും അല്ലെങ്കിൽ ഓരോ മാസത്തിലെങ്കിലും ഓരോ തവണ റിവിഷൻ ചെയ്ത് മോഡൽ എക്സാമുകൾ കംപ്ലീറ്റ് ചെയ്യുക. എങ്കിൽ മാത്രമേ നമ്മൾ മറന്നു പോകാതിരിക്കുകയുള്ളൂ. അതുപോലെ എല്ലാ ആഴ്ചയും നിങ്ങൾ 2 3 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുക. ആഴ്ചയിൽ ഒരു OMR എക്സാം എഴുതി പ്രാക്ടീസ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ മറ്റുള്ള കുട്ടികളോടൊപ്പം തന്നെ ഓൾ കേരള എക്സാമുകൾ എഴുതി അവരോടൊപ്പം കോമ്പീറ്റ് ചെയ്യുക. നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാൻ അനുസരിച്ച് നിങ്ങളുടെ ഗവൺമെന്റ് ജോലി സ്വപ്നത്തില് ഞങ്ങൾക്ക് ഒരു ഭാഗമാകാൻ കഴിയട്ടെ. എല്ലാവരും മാതൃകയാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും നഷ്ടം വരില്ല. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.